നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗേ, നിന്നെ അവര് ചതിക്കുക. നീ അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നടക്കാൻ പാടില്ലാത്ത വിവാഹമാണ് നടന്നിരിക്കുന്നത്. ആ ജോൽസിന്റെയും ദേവയാനിയുടെയും കള്ള നാടകം ഞാൻ പൊളിക്കും. ഒരു കാരണവശാലും ഒന്നാകാൻ പാടില്ലാത്ത ജാതകങ്ങളാണ് ഇവരുടേത്. എന്റെ മഹിയേട്ടന്റെയും ഗംഗയുടെയും ജീവിതത്തിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഈ വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഈ കുട്ടിയെ വിധവയാക്കും. മഹിയേട്ടനോടുള്ള ഗംഗയുടെ സ്നേഹത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്. അതിന് ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇനിയിപ്പോ എന്താ ജോലിസിനെ ചെയ്യേണ്ടത്? ഇതിന് പരിഹാരമൊന്നുമില്ലേ? പരിഹാരമുണ്ട്. ഇതോടെ നിങ്ങളുടെ കപടമുഖം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. പക്ഷേ അല്പം കഠിനമാണ്. എത്ര കഠിനമായ പരിഹാരവും ചെയ്യാം. എന്റെ ജീവൻ പോലും കൊടുക്കാം. മഹേട്ടന് ഒന്നും വരാൻ പാടില്ല. ഞാൻ എന്താ ജോത്സരെ ചെയ്യേണ്ടത്? ഗംഗേ, നീ പുറത്തേക്ക് വാ. അവർ നിന്നെ ചതിക്കും. പുറത്തേക്ക് പോ ഗംഗേ. കരയാതെ ഗംഗേ, പരിഹാരം പറഞ്ഞു തരാന്ന് ജോലിസർ പറഞ്ഞില്ലേ? നീ അതനുസരിച്ചാ മാത്രം മതി. അതെ, പരിഹാരത്തിലൂടെ തൽക്കാലം മൃത്യുവിനെ തടയാൻ സാധിക്കും. ഗംഗേ, നീ അവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവര് നിന്നെ ചതിക്കും. നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക ഗംഗേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. 3 മാസത്തേക്ക് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനേ പാടില്ല. നിന്നെ സഹായിക്കാൻ എനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുകെങ്ങേ. എനിക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഭർത്താവെന്ന രീതിയിൽ കുട്ടി അയാളെ നോക്കാൻ പോലും പാടില്ല. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അന്യരായിരിക്കണം. ഒരു കഠിന വ്രതമെടുക്കുന്ന മാനസികാവസ്ഥയിലായിരിക്കണം ഈ 3 മാസവും കഴിയാൻ. ശരി, ജോത്സര് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. മഹേട്ടന്റെ കൺമുന്നിൽ പോലും ചെല്ലാതിരിക്കാം. 3 മാസത്തെ കുട്ടിയുടെ കഠിന വ്രതത്തിന് ശേഷം പ്രത്യേക പൂജകളും പ്രതിവിധികളും നടത്തി ദാമ്പത്യം തുടരാം. തൽക്കാലം ഇത് മാത്രമേ വഴിയുള്ളൂ. എന്റെ ശ്രീ മഹേശ്വര, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്റെ മഹേട്ടന്റെ ദേഹത്ത് ഒരു പോറല് പോലും സംഭവിക്കാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.